നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 8, 2025 വെള്ളി. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇന്നലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയുണ്ടായി. അതുമാത്രമല്ല 25% പെനൽറ്റി താരിഫ് വന്നെങ്കിൽ കൂടിയിട്ട് റഷ്യയിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിലിന്റെ വ്യാപാരം തുടരും എന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. തുടങ്ങി പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ട്രേഡ് താരിഫിന്റെ നെഗോസിയേഷനിലുള്ള പ്രതീക്ഷ വർദ്ധിച്ചതിനാലും US പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചകളുടെ വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്നും ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ വാല്യൂ ബൈങ് ദൃശ്യമായതിന്റെ ഫലമായിട്ടും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ വലിയ ഒരു റാലി ദൃശ്യമായതിന്റെ ഫലമായിട്ട് നമ്മുടെ മാർക്കറ്റിന് ഇന്നലെ നേരിയ നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ 4,997.19 കോടി രൂപയ്ക്ക് സെല്ലേഴ്സ് ആയിട്ട് തുടരുന്ന കാഴ്ചയാണ് 10ാമത്തെ തുടർച്ചയായ ട്രേഡിംഗ് സെഷനിലും ദൃശ്യമായത്. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 10,864.04 കോടി രൂപയ്ക്ക് ഹ്യൂജ് ബൈ നടത്തി നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയും ദൃശ്യമായി. ഇനി സ്പെസിഫിക് ആയിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ന് ഈ മാസത്തെ 2ാമത്തെ ആഴ്ചയുടെ നിഫ്റ്റിയുടെ വീക്കിലി സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ആഴ്ചയിലേക്കുള്ള പുതിയ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഏകദേശം ഇന്നലത്തെ റാലിയോടുകൂടി നിഫ്റ്റിക്ക് അതിന്റെ 100-ഡേ EMAയുടെ മുകളിലായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാൻ സാധിച്ചു. നിലവിൽ 24,595 എന്ന നിലയിലാണ് നിഫ്റ്റിയുടെ 100-ഡേ EMA സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് 24,595 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 24,900 എന്ന ലെവലിലേക്ക് മുകളിലേക്കുള്ള യാത്ര തള്ളിക്കളയാൻ ആവുക ഇല്ല എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിക്ക് മുകളിലേക്ക് ഒരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 24,850, 24,900 എന്ന ലെവലുകളിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. കാരണം ഈ ലെവലുകളിലാണ് നിഫ്റ്റിയുടെ ഷോർട്ടിംഗ് മൂവിംഗ് ആവറേജ് ആയ 20-ഡേ, മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-ഡേ EMAകൾ നിലനിൽക്കുന്നത്. ഈ രണ്ട് ലെവലുകളും അതിശക്തമായി മറികടക്കുകയാണെങ്കിൽ സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയ 25,000 എന്ന ലെവലിലും റെസിസ്റ്റൻസ് നിഫ്റ്റിക്ക് ഇന്ന് അനുഭവപ്പെട്ടേക്കാം. ഇനി നിഫ്റ്റി എന്തെങ്കിലും കാരണം കൊണ്ട് താഴേക്ക് ഒരു പ്രയാണം നടത്തുകയാണെങ്കിൽ 24,350 എന്ന ലെവൽ അഥവാ ഇന്നലത്തെ ലോ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് ലെവലിൽ ക്രൂഷ്യലാണ്. ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,200 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ് ഡൗൺ സൈഡിലേക്ക്. കാരണം നിഫ്റ്റിയുടെ 200-ഡേ EMA സ്ഥിതി ചെയ്യുന്നത് ഈ ലെവലിലാണ്. 24,200 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ എക്സ്പെർട്ടുകളുടെയും അനലിസ്റ്റുകളുടെയൊക്കെ അഭിപ്രായമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുന്നതും. മാത്രമല്ല മാർക്കറ്റാണ്. മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറിയാം. അതുകൊണ്ട് തന്നെ അനുചിതമായ സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ മാർക്കറ്റ് മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ പൊസിഷൻസിലും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല. വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ട്രേഡ് താരിഫിനെ മറികടക്കുവാൻ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എക്സ്പോർട്ടിംഗ് മേഖലയിലുള്ള കമ്പനികൾക്ക് ഇൻസെന്റീവ് നൽകുമെന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യയുടെ റഷ്യൻ ഓയിലുമായിട്ടുള്ള വ്യാപാരത്തിന്റെ പെനൽറ്റി ആയിട്ട് 25% അഡീഷണൽ താരിഫ് അമേരിക്ക പ്രഖ്യാപിച്ചെങ്കിൽ കൂടിയിട്ടും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇന്ത്യ റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരത്തിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുകയില്ല, ആസ് ഇറ്റ് ഈസ് തുടർന്നുകൊണ്ട് പോകുമെന്നുള്ള പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഡിസിഷന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലായിരുന്നു ഗ്ലോബൽ മാർക്കറ്റ്. ഇന്നലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഭാഗത്തു നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തുകൊണ്ടുള്ള തീരുമാനം പുറത്തു വരികയുണ്ടായി. 4.25% നിന്നും 4% കുറച്ചു. തൽഫലമായി 2 വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിലെ ഇൻട്രസ്റ്റ് റേറ്റുകൾ താഴ്ന്ന നിലയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ കോണ്ടിനെന്റൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് ഭാരതി എയർടെല്ലിലുള്ള 0.8% സ്റ്റേക്കുകൾ ഏകദേശം 9,300 കോടി രൂപ മൂല്യം വരുന്ന സ്റ്റോക്കുകൾ വിറ്റ് അഴിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. 1,862 രൂപ പെർ ഷെയർ എന്ന നിലയിലായിരിക്കും വിറ്റഴിക്കൽ നടപ്പാക്കുക. ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസിൽ നിന്നും 3% ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് സെല്ലിംഗ് പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം കാനഡയിൽ നിന്നും ജൂലൈ മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഡാറ്റ
റിലീസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ ഒരു ഇവന്റ് മാത്രമേ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ് ആയിട്ട് ഉള്ളൂ. ഇന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടാറ്റ മോട്ടോഴ്സ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, സീമെൻസ്, അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ, ബോംബെ ഡൈയിങ്, ദോംസ് ഇൻഡസ്ട്രീസ്, ഇക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ലെമൺ ട്രീ ഹോട്ടൽസ്, മണപ്പുറം ഫൈനാൻസ്, ഇൻഫോ എഡ്ജ്, പി ജി പ്ലാസ്റ്റ്, വോൾട്ടാസ് തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികൾ ഇന്നവയുടെ Q1 ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കും. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഇന്നലെ ആക്സിസ് ബാങ്ക്, ഡോക്ടർ റെഡ്ഡീസ് ADR, വിപ്രോ തുടങ്ങിയ ADR സ്റ്റോക്കുകൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇൻഫോസിസ് ADRകൾക്ക് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US പ്രസിഡന്റ് ട്രംപിന്റെ ട്രേഡ് താരിഫ് ഒത്തിരിയേറെ രാജ്യങ്ങളുടെ മേൽ ഇന്നലെ മുതൽ നിലവിൽ വന്നതിന്റെ ഫലമായി ഇന്നലെ US മാർക്കറ്റുകൾ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുകയുണ്ടായത്. തൽഫലമായി S&P 500 നഷ്ടത്തോടുകൂടിയും നാസ്ഡാക്ക് നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. തത്സമയം ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 150 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ സിംഗിൾ ഡേ കൊണ്ട് 2 ആഴ്ചത്തെ ഏറ്റവും വലിയ നേട്ടം കൈവരിക്കുന്ന കാഴ്ചയും ദൃശ്യമായി. തൽഫലമായി ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ 1% നേട്ടത്തോടുകൂടിയും തത്സമയം UK മാർക്കറ്റ് നേരിയ നഷ്ടത്തിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് പ്രതീക്ഷിക്കുവാൻ സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ നിലവിൽ ജപ്പാൻ മാർക്കറ്റ് ഓപ്പൺ ആണ്. 2% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലൊക്കെ വലിയ ഇടിവ് ദൃശ്യമാണ്. തത്സമയം ഗോൾഡും നേരിയ ഇടിവിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.02 എന്ന നിലയിലും മാക്സ് പെയിൻ 24,600 എന്ന നിലയിലുമാണ് നിലനിൽക്കുന്നത്. ഡിപ്സിലുള്ള അക്യുമുലേഷനെ സൂചിപ്പിച്ചുകൊണ്ട് ലോങ് ലോവർ ഷാഡോസോട് കൂടിയ ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. തത്സമയം നിഫ്റ്റിക്ക് ഇന്നലത്തെ നേട്ടത്തോടുകൂടി അതിന്റെ 100-day EMAക്ക് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും മിഡ് ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസിന്റെ താഴെയായിട്ട് തന്നെയാണ് നിലവിൽ നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. തത്സമയം ഇതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും ദൃശ്യമാകുന്നത്. 24,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്ക് ദൃശ്യമാകുന്നത്. ഇതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.8 എന്ന നിലയിലും മാക്സ് പെയിൻ 56,000 എന്ന നിലയിലുമാണ്. ബാങ്ക് നിഫ്റ്റിയിലും ലോവർ ലെവൽസിലെ ബൈങ് ഇൻട്രസ്റ്റ് ദൃശ്യമായിക്കൊണ്ട് ലോവർ വിക്കോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലവിൽ ദൃശ്യമാകുന്നത്. സമയം 55,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. പുട്ട് സൈഡിലേക്ക് 55,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും ദൃശ്യമാകുന്നത്. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടൈറ്റാൻ കമ്പനി പ്രോഫിറ്റിൽ 52.6% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 715 കോടി രൂപയിൽ നിന്നും 1,091 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റവന്യൂവിലും 24.6% ഉയർച്ച രേഖപ്പെടുത്തി. LIC പ്രോഫിറ്റിൽ 3.9% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. നെറ്റ് പ്രീമിയത്തിന്റെ ഇൻകത്തിലും 4.7% ഉയർച്ച രേഖപ്പെടുത്തി. ബയോകോൺ പ്രോഫിറ്റിൽ 95.2% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. 659.7 കോടി രൂപയിൽ നിന്നും 31.4 കോടി രൂപയായി ചുരുങ്ങി. തത്സമയം റവന്യൂവിൽ 14.8% ഉയർച്ചയും രേഖപ്പെടുത്തി. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രോഫിറ്റിൽ 80.7% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 1,400 കോടി രൂപയിൽ നിന്നും 2,530.6 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. നെറ്റ് പ്രീമിയത്തിന്റെ ഇൻകത്തിലും 11.6% വർധനവ് രേഖപ്പെടുത്തി. കുമിൻസ് ഇന്ത്യ പ്രോഫിറ്റിൽ 40.4% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 419.8 കോടി രൂപയിൽ നിന്നും 589.3 കോടി രൂപയായി ഉയർന്നു.
തത്സമയം റവന്യൂവിലും 26.2% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. BSE പ്രോഫിറ്റിൽ 103.5% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 265 കോടി രൂപയിൽ നിന്നും 539.4 കോടി രൂപയായി വളർന്നു. തത്സമയം റവന്യൂവിലും 59.2% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. കല്യാൺ ജുവല്ലേഴ്സ് പ്രോഫിറ്റിൽ 48.7% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 177.6 കോടി രൂപയിൽ നിന്നും 264 കോടി രൂപയായി വളർച്ച രേഖപ്പെടുത്തി. റവന്യൂവിലും 31.5% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.